2020 അവൻ്റെ സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി കരൾ ദാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സർജറിക്ക് ഇടയിലുണ്ടായ കോംപ്ലിക്കേഷനിൽ സ്പൈനൽ സ്ട്രോക്ക് വരെയും കിടപ്പിലായും ചെയ്തു. ആ സുഹൃത്ത് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവരെ വീടും ഇല്ല, ഫോണിൽ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. പെപ്റ്റാമിൻ എന്ന് പറഞ്ഞൊരു പൊടിയാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പൊടി കൊടുക്കുന്ന പൊടി അത് ആരെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്ത് തരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. നമുക്കിപ്പോൾ ഒരു മന്ത് ഏകദേശം 3 ലക്ഷം രൂപയോളം വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ഡോക്ടർ എന്താണ് ആക്ച്വലി പറഞ്ഞത്? ഇനി റിക്കവർ ആവോ? അല്ല, റിക്കവർ ആയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സമയമെടുക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം. ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് അവനെ ഈ അവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് അത്രയും സങ്കടം. അപ്പോൾ പഴയ പോലെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. ഹായ് ഓൾ, നമ്മളെപ്പോഴും കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു എന്നൊരു കാഴ്ചയിലേക്കാണ് ലൈഫ് നെറ്റ് TV ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് രജി ചേച്ചിയാണ്. രജി ചേച്ചിയുടെ ബ്രദർ രഞ്ജു ചേട്ടന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന്. രജി ചേച്ചി 2020 അല്ലേ, എന്താണെന്ന് ആക്ച്വലി സംഭവിച്ചത്? 2020 അവൻ്റെ സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി കരൾ ദാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സർജറിക്ക് ഇടയിലുണ്ടായ കോംപ്ലിക്കേഷനിൽ സ്പൈനൽ സ്ട്രോക്ക് വരെയും കിടപ്പിലായും ചെയ്തു. സുഹൃത്തിൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അവർ റിക്കവറായി. അവർക്ക് കുഴപ്പമൊന്നും. പിന്നെ അവരെക്കുറിച്ചൊരു വിവരം അറിഞ്ഞില്ല. പക്ഷേ രഞ്ജു എൻ്റെ സഹോദരൻ അന്ന് മുതലേ ഇതേ കിടപ്പിലാണ്. 2 വർഷം മുന്നേ അവൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ 2 വർഷം മുന്നേ ഒരു ന്യൂമോണിയ വന്നു. അപ്പോൾ സംസാരശേഷിയും വിഴുങ്ങാനുള്ള ശേഷി നഷ്ടപ്പെട്ട് മൂക്കിൽ കൂടിയാണ് ഇപ്പോൾ ഭക്ഷണം എല്ലാം കൊടുക്കുന്നത്. ട്യൂബ് വഴിയാണ് ഭക്ഷണം എല്ലാം കൊടുക്കുന്നത്. ആ സുഹൃത്ത് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവരെ വീടും ഇല്ല, ഫോണിൽ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല. ആ ഒരു സർജറിക്ക് ശേഷം അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. ഓക്കെ. എപ്പോഴെങ്കിലും പശ്ചാത്തപിച്ചിട്ടുണ്ടോ? എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അവൻ സംസാരിച്ചിട്ടുള്ള സമയത്ത് അവന് അത് വല്ലാത്ത വിഷമമായിരുന്നു. പിന്നെ അന്ന് ന്യൂമോണിയ വന്ന ശേഷം അത് ബ്രെയിനിനെ ബാധിച്ചു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളെ പോലെയാണ് അവൻ്റെ പ്രകൃതവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ അവന് എപ്പോഴും TV കാണണം, അങ്ങനെ വേറൊരു ചിന്താഗതിയാണ്. ഇപ്പോൾ സംസാരിക്കാനൊക്കെ ഏകദേശം സ്പീച്ച് തെറാപ്പിയിലൂടെയൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുട്ടികളുടെ ഒരു പ്രകൃതമാണ് ഇപ്പോൾ. എന്ത് തരം ഭക്ഷണമാണ് ആക്ച്വലി കൊടുക്കാറ്? നമ്മൾ പെപ്റ്റാമിൻ എന്ന് പറഞ്ഞൊരു പൊടിയാണ് കൊടുക്കുന്നത്. അത് രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ 9 നേരമായിട്ട് കൊടുക്കും. വെള്ളത്തിൽ കലക്കി, ചൂടുവെള്ളത്തിൽ കലക്കി. നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് പഴച്ചാറ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഈ പറഞ്ഞ പൊടിക്ക് പെപ്റ്റാമിൻ്റെ ഒരു പൊടിക്ക് ഇപ്പോൾ 1800 രൂപയാണ് വില. ഇപ്പോൾ വില കൂടിയതിന്. അപ്പോൾ അത് തന്നെ വേണം ഏകദേശം നമുക്കൊരു 45,000 രൂപ. മാസം 45,000 രൂപ ചിലവുണ്ട്. 45 അല്ല മോളെ, ഒരു 2000 അടുപ്പിച്ച് കൂട്ടി നോക്കുമ്പോൾ അറിയാമല്ലോ എത്രയാണ്. 60 വേണം. 60,000 രൂപയോളം വേണം നമുക്ക്. 60,000 രൂപ വേണം ഒരു മാസം. നേരത്തെ 1600 രൂപയ്ക്ക് നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുമായിരുന്നു ഡിസ്കൗണ്ടിൽ. ഇപ്പോൾ 1700 അത്. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 1800 ആവും, അതിന് മേലെ ആവും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെൻറ്റ് ആസ്ട്ര മെഡിസിറ്റിയിലാണ്. നമ്മുടെ ആഴ്ച ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി ഡോക്ടർക്ക് അയച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ്. പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും അവൻ സഹോദരനെ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തി യൂറിൻ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ആഴ്ചത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു, ബുധനാഴ്ച എടുത്തു. അപ്പോൾ അതിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ അയച്ചു കൊടുത്തു, ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഭവം സംഭവിക്കുന്നതിന് മുൻപ് രഞ്ജു ചേട്ടൻ ഏത് മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത്? അവൻ പത്രപ്രവർത്തന മേഖലയിലായിരുന്നു, റിപ്പോർട്ടറായിരുന്നു. നാട്ടിൽ ഏത് ചാനലിൽ? SCV ഉണ്ടായിരുന്നു. പിന്നെ കേരള കൗമുദി, ജന്മഭൂമി ആ പത്രത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് റിപ്പോർട്ടറായി. ഏതെങ്കിലും രീതിയിൽ അവർ സഹായിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് ഒത്തിരി കുറച്ച് സഹായം കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആരെങ്കിലും സഹായിക്കണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന നമുക്കിപ്പോൾ ഒരു മന്ത് ഏകദേശം 3 ലക്ഷം രൂപയോളം വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അവൻ്റെ ഫുഡായിരുന്നാലും നമ്മുടെ ഉപയോഗിക്കുന്ന അണ്ടർപാഡ്, വൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായാലും, പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്. എല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഏകദേശം 3 ലക്ഷം വേണം. അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ ആൾക്കാർ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു ചെലവും കാര്യങ്ങളും ഒക്കെ
മീറ്റ് ചെയ്യുന്നത്? ആരാണ് സഹായിക്കാറ്? ഇതുപോലെ നല്ല മനസ്സുള്ള ആൾക്കാർ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് 3 ലക്ഷം രൂപയോളം വേണം ഒരു മാസം. അപ്പോൾ അത് അത്രയും മെയിനായിട്ട് പൊടി കൊടുക്കുന്ന പൊടി അത് ആരെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്ത് തരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം ആക്കുമ്പോൾ ഒത്തിരി ചിലവ് വരുന്നുണ്ട്. പിന്നെ അവന് നേരെയാക്കി കൊണ്ടുപോകണം. ഇപ്പോൾ സംസാരിക്കാനൊക്കെ ഇത്തിരി തുടങ്ങിയിട്ടുണ്ട് സ്പീച്ച് തെറാപ്പിയിലൂടെ. സംസാരിക്കാം? കുറച്ചൊക്കെ, കുറേ ചെറുതായിട്ടൊക്കെ. അതുപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുപോകണം. എല്ലാ മാസവും കൊണ്ടുപോകാറുണ്ട് ചെക്കപ്പിന്. അത്രയും ഇൻഫെക്ഷൻ ഒന്നും ആവാതെ സൂക്ഷിച്ച് കൊണ്ടുപോകണം നമ്മൾ. അത്രയും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ആളാണ്. ഇനി ഡോക്ടർ എന്താണ് ആക്ച്വലി പറഞ്ഞത്? ഇനി റിക്കവർ ആവോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക? അല്ല, റിക്കവർ ആയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സമയമെടുക്കും. സ്പീച്ച് അവൻ സംസാരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് സ്പീച്ച് തെറാപ്പിയും പിന്നെ ഫിസിയോതെറാപ്പിയും ചെയ്യുമ്പോൾ റെഡിയായി വരും. ഇതായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുൻപുള്ള നമ്മുടെ രഞ്ജു ചേട്ടൻ. ആളാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സഹായം ആൾക്ക് വേണ്ടി എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാവരും സഹായിച്ച് നമ്മുടെ രഞ്ജു ചേട്ടൻ പഴയൊരു രീതിയിലേക്ക് വരണം. നമ്മളെപ്പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം നമ്മളൊരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒന്നില്ലെങ്കിൽ പേരൻസിനെ, മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിലാക്കുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു തലമുറയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രഞ്ജു ചേട്ടന് വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾ ഇത്രയും അധികം കഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രയധികം ആ ഒരു കുടുംബത്തിൻ്റെ ബോണ്ടിങ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് അതിനകത്തേക്കൊരു 10 രൂപയെങ്കിൽ 10 രൂപ അയക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അത്രയും നല്ലതാണ്. അത് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ എമൗണ്ട് ഒന്നും വേണ്ട. എനിക്ക് അത്ര കാശൊന്നുമില്ല എന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കേണ്ട. 10 രൂപയായാലും അത് അയക്കുക. ചേച്ചി, ഇപ്പം രഞ്ജു ചേട്ടന് കൊടുക്കുന്ന ആ ഒരു ഫുഡ് ഒന്ന് കാണിക്കാവോ? ആ ഒരു പൊടി ഒന്ന് കാണിക്കാവോ? ഈ പൊടിയാണോ ഇപ്പോൾ ചേട്ടന് കൊടുക്കുന്നത്? ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇത് നമ്മൾ 150 ml വെള്ളത്തിൽ 5 സ്പൂൺ പൊടി കലക്കി രാവിലെ 6 മണി തൊട്ട് 10 മണി വരെ കൊടുക്കും, 9 വരെ. ഇതിനാണോ 1800 രൂപ? അതെ. ഈ ഒരു പൊടിക്ക് 1800 രൂപ. എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ട്യൂബ് വഴിയാണ് കൊടുക്കുന്നത്. സിറിഞ്ച് വെച്ചിട്ട് ട്യൂബ് വഴി ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് അഴുക്കാകുമ്പോൾ ട്യൂബ് മാറ്റണം, യൂറിൻ ബാഗ് മാറ്റണം. എല്ലാം ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അത് മാറ്റാൻ നഴ്സ് വരും. സക്ഷൻ ചെയ്യാനൊക്കെ നഴ്സ് വരും. സക്ഷൻ ചെയ്ത് കഫം എടുക്കുന്നത്. അപ്പോൾ അവന് വിഴുങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്, സലൈവയൊന്നും വിഴുങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വായിന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സലൈവ. അപ്പോൾ അത് സക്ഷൻ ചെയ്തെടുക്കുക. അധികം ഉള്ളിലേക്ക് പൊക്കിവിടും, നേരെ ലങ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സക്ഷൻ ചെയ്യാൻ നഴ്സ് വരും. യൂറിൻ ബാഗ് മാറ്റാനും ഈ ട്യൂബ് മാറ്റാനും എല്ലാം നഴ്സ് വരും. ഹോം നഴ്സിനെ ഒന്നും നിർത്തുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല? ഹോം നഴ്സ് 1-2 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും അത്ര ഇതുപോലുള്ളൊരു പേഷ്യൻറ്റിനെ നോക്കണേ അത്രയും കെയർ വേണം. അപ്പോൾ അവർക്ക് ഒന്നും അത്ര അതുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അവൻ്റെ കാര്യം തന്നെയാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തോ. ഇത്രയും എങ്ങനെയെങ്കിലും അവനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം. ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് അവനെ ഈ അവസ്ഥ വന്നപ്പോഴാണ് നമുക്കത്രയും സങ്കടം. അപ്പോൾ പഴയ പോലെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യമില്ല. പണ്ട് താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തല്ലേ? അപ്പോൾ ഇതൊരു വാടക വീടാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പം വീട് വിറ്റത്? രഞ്ജുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വിറ്റത്. പൊതുവെ ഇപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഭർത്താവ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാറ്? അദ്ദേഹം നല്ല സപ്പോർട്ടാണ്. വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പോലും ആ ഒരു സഹോദരൻ നല്ല സപ്പോർട്ടാണ്. രഞ്ജുവിന് ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരാളായിട്ട് രഞ്ജുവിൻ്റെ കാര്യങ്ങൾ, സഹോദരൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾ സഹായമില്ല, പറ്റില്ല. പാസ്പോർട്ട് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. പിന്നെ ചേച്ചിയും ഞങ്ങൾ 3 പേരും കൂടെ തന്നെയാണ് കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നത്. പിന്നെ നഴ്സുമാർ ഒരാൾ ഡെയിലി വരുന്നുണ്ട്. ഡെയിലി വരും. ഡെയിലി വന്ന് സക്ഷൻ ചെയ്യണം അവന്. അവർക്കും കാശ് കൊടുക്കും? അതെ. പേയ്മെൻ്റ് ഉണ്ട്. എല്ലാവർക്കും ഡെയിലി പേയ്മെൻ്റ് ഉണ്ട്. അതാണ് മാസം 3 ലക്ഷം രൂപ വരണം. കാരണം സക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അവന്. സക്ഷൻ ചെയ്ത് കഫം എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ലങ് ഇൻഫെക്ഷൻ വരും, വീണ്ടും ന്യൂമോണിയ ആവും. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ഇൻഫെക്ഷൻ പോലും വരാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ കൊണ്ടുപോകുന്നത്. അല്ല, ലിവറല്ലേ മാറ്റി വെച്ചത്? അപ്പോൾ വോക്കൽ കോഡ് എങ്ങനെയാണ്? ന്യൂമോണിയ വന്നപ്പോൾ ബ്രെയിനിനെ ബാധിച്ച് വിഴുങ്ങാനും സംസാരിക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെട്ടു. ബ്രെയിനിൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം ആ ഒരു സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചേച്ചി പറയുക?
എന്ത് പറയാ, അവന് റെഡിയായി വന്നാൽ മതി, വേറെ നമ്മളെന്ത് പറയാനാ? അവനൊരു നന്മ ചെയ്തിട്ടല്ലേ, അതിന് ഒന്നും പറയാനില്ല. അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ കാണിച്ച ആളോട് ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കായിരുന്നു. അതെ അതെ, ഒന്ന് വിളിച്ച് ചോദിക്കായിരുന്നു. അവൻ ഇത്രയും നല്ലൊരു നന്മ ചെയ്തിട്ട് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധിയാണ് അനുഭവിക്കുന്നത്, ഇതിൽ കൂടുതൽ ഇനി അനുഭവിക്കാനില്ല. എനിക്ക് നല്ല ഒട്ടുമിക്ക പേർക്കും തീരെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അടച്ചിട്ടൊരു റൂമിൽ ഇങ്ങനെ കിടക്കുക എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒഴിവ് സമയം എന്നല്ല, കിടക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി ചെയ്യുക? ഇപ്പോൾ സിനിമയാണ് മെയിനായിട്ട് കാണുന്നത്. എപ്പോഴും സിനിമ കാണണം, ടി വി എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 5 വർഷമായി ഒരേ കിടപ്പിലാണ്. അപ്പോൾ അവന് ആ ഒരു മാനസികമായിട്ട് റിലീഫ് കൊടുക്കുന്ന സിനിമയായിരിക്കണം. കാരണം സിനിമ പെട്ടെന്ന് കറണ്ട് പോയാൽ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് അവൻ ഇമോഷണലാവും, കരയും, വിളമ്പിക്കും. അപ്പോൾ അവന് സ്പാസം എന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ടെൻഷനായി കഴിഞ്ഞാൽ സ്പാസം ഉണ്ടാവുന്നുണ്ട്, കാലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചലിച്ചുകൊണ്ടിരിക്കും. അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിനിമയാണ് ഇപ്പോൾ അവന് റിലീഫ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റും, മോള് പറഞ്ഞ പോലെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. 5 വർഷമായി ഇങ്ങനെ ഒരേ കിടപ്പിൽ. അപ്പം ഞങ്ങൾ പരമാവധി സന്തോഷിപ്പിക്കുന്നിടത്തോളം സന്തോഷിപ്പിക്കും. അവനൊരു രോഗിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. വീട്ടിലെ ഫാമിലിയും മുതിർന്ന മെമ്പർ തന്നെയാണ് അവൻ ഇപ്പോഴും. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ഥാനമുള്ളൂ. അപ്പോൾ അവന് സന്തോഷം എന്താണോ അത് ആ രീതിയിൽ പോകാൻ വേണ്ടി എപ്പോഴും സിനിമയും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പോലും. പടം കാണുവാണോ? ഏത് പടമാണ് കാണുന്നേ? ആള് ടർബോ സിനിമയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്, അതാ നമ്മളോടൊന്നും സംസാരിക്കാത്തത് കേട്ടോ. പടം കാണാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതൊക്കെയാണ് വലിയ ഇഷ്ടം. എപ്പോഴും ആക്ഷൻ സിനിമകളൊക്കെ കാണാം, അതുപോലെയുള്ള ആക്ഷൻ സിനിമകളൊക്കെ കാണാം. ആക്ഷൻ സിനിമകൾ കാണാനാണ് ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടേക്ക് പോവാറ്? അപ്പം ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകാറില്ല, ഒരിടത്തും പോകാറില്ല, ഒരു സ്ഥലത്തും പോകാറില്ല. എപ്പോഴും 2 പേരുണ്ടാവും ഇവിടെ. ഒരു ഫംഗ്ഷനും ഇല്ല. അവന് വേണ്ടാത്ത ഒന്നും ഞങ്ങൾക്കും വേണ്ട, ഒന്നും പങ്കെടുക്കാറില്ല. ഇങ്ങനെയുള്ള ബോണ്ടിങ് ഒക്കെ കാണാൻ വളരെ അപൂർവമാണ്. ഈ ഒരു സ്നേഹം എപ്പോഴും നിലനിൽക്കട്ടെ. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും എല്ലാം മരിച്ചുപോയി. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരിക്കലും. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. അവനെ ഒരു സഹായിക്കണം എന്ന് കരുതി ചെയ്ത, അത് ഇത്രയും വലിയൊരു ശിക്ഷയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സഹായിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ബലമാണ്, അതിൻ്റെ ഒരു ഇതാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവുന്ന വിധത്തിലുള്ള സഹായം എല്ലാവരും രഞ്ജു ചേട്ടന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടിയിട്ട് നിൽക്കാം.